നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. നവീന ഇന്ത്യയുടെ രേഖയാണ് ഭരണഘടനയെന്ന് രാഹുൽ ഗാന്ധി. സുരേഷ് ഗോപിക്കെതിരെ മൊഴി നൽകി VS സുനിൽകുമാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേരളത്തോടുള്ള അവഗണന, പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധമുയർത്തി കേരളത്തിൽ നിന്നുള്ള MP മാർ. PV അൻവർ കോൺഗ്രസിലേക്കെന്ന സൂചന. 3.5 കോടി വരുന്ന മലയാളികളെയും ബോധപൂർവം കേന്ദ്രം അപമാനിക്കുകയാണെന്ന് K രാധാകൃഷ്ണൻ MP. വടക്കാഞ്ചേരി ബൈപ്പാസ് ത്വരിതഗതിയിൽ നടപ്പിലാക്കണം. CPIM വടക്കാഞ്ചേരി ഏരിയ സമ്മേളന പ്രമേയം. സംസ്ഥാന ക്രിസ്തുമസ് അടുത്ത വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച V ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. നവീന ഇന്ത്യയുടെ രേഖയാണ് ഭരണഘടനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നവീന ഇന്ത്യയുടെ രേഖയാണ് ഭരണഘടനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയും ഒക്കെ ആശയങ്ങളാണ് ഭരണഘടനയിലുള്ളതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഭരണഘടനയുടെ ചെറിയ പതിപ്പ് കയ്യിൽ കരുതിയാണ് രാഹുൽ സംസാരിക്കാൻ തുടങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകും. ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ലെന്നാണ് സവർക്കർ പറഞ്ഞത്. മനുസ്മൃതിയാണ് ഔദ്യോഗിക രേഖയെന്നതായിരുന്നു വാദം. ഇന്നും BJPയുടെ നിയമസംഹിത മനുസ്മൃതിയാണ്, ഭരണഘടനയല്ല. സവർക്കറെ വിമർശിച്ചാൽ തന്നെ കുറ്റക്കാരനാക്കും. രാജ്യത്തെ പിന്നക്കം കൊണ്ടുപോകാനാണ് BJPയുടെ ശ്രമമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഏകലവ്യന്റെ വിരൽ മുറിച്ച പോലെയാണ് ഇന്നത്തെ ഇന്ത്യൻ യുവതയുടെ സ്ഥിതി. അദാനിക്ക് അവസരം നൽകിയും ലാറ്ററൽ എൻട്രി അവസരം നൽകിയും രാജ്യത്തെ യുവാക്കൾക്ക് അവസരം ഇല്ലാതാക്കുകയാണ്. കർഷകരുടെ വിരൽ മുറിക്കുന്നു. ഇന്നത്തെ മുദ്ര വിരൽ നഷ്ടപ്പെട്ട കൈയാണ്. ഭരണഘടനയിൽ എഴുതി വയ്ക്കാത്ത വിഷയങ്ങളാണ് താൻ ഉന്നയിക്കുന്നത്. ഭരണഘടനയ്ക്കൊപ്പം നീതി നിഷേധവും ചർച്ച ചെയ്യപ്പെടണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മൊഴി നൽകി VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മൊഴി നൽകി VS സുനിൽകുമാർ. പൂരം നടത്തിപ്പ് സംബന്ധിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി നൽകിയ മൊഴിയിലാണ് സുരേഷ് ഗോപിക്കെതിരായ പരാമർശം. പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട തനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞുവെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. പൂരം ചടങ്ങുകൾ മാത്രമാക്കിയതും വെടിക്കെട്ട് നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളുടെ സാഹചര്യം താൻ വിശദീകരിച്ചുവെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കലിന് പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. BJP, RSS, വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവരുടെ പങ്കും നേതാക്കളുടെ ഗൂഢാലോചനയും താൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പൂരത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് താൻ വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് തരാൻ പറ്റില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവ സ്ഥലത്ത് ആരാണ് പ്രഖ്യാപനം നടത്തിയത്, ആരുടെയൊക്കെ സാന്നിധ്യം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് CCTV ദൃശ്യങ്ങൾ ചോദിച്ചതെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ശ്രീമൂലസ്ഥാനത്ത് നടന്ന മീറ്റിംഗിൽ RSS നേതാക്കൾ തള്ളിക്കയറാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. ശ്രീമൂലസ്ഥാനത്ത് നടന്ന മീറ്റിംഗിൽ പുലർച്ചെ തന്നെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു. തിരുവമ്പാടി ഓഫീസിലേക്ക് തീരുമാനം അറിയിക്കാൻ പോയതിനു ശേഷം പിന്നീട് ആ തീരുമാനം എങ്ങനെ അട്ടിമറിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. ആളുകൾക്കും മറ്റു വാഹനങ്ങൾക്കും വിലക്കുള്ള സ്ഥലത്ത് സുരേഷ് ഗോപിക്ക് യാത്ര ചെയ്യാൻ അനുമതി കൊടുത്തത് ആരാണെന്ന് VS സുനിൽകുമാർ ചോദിച്ചു. സുരേഷ് ഗോപിയെ കടത്തിവിടാൻ ഏത് ഉദ്യോഗസ്ഥരാണ് അനുമതി കൊടുത്തതെന്നത് കണ്ടെത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ദേശത്തെ ജനങ്ങൾ പൂരം അലങ്കോലപ്പെട്ടതിൽ കുറ്റക്കാർ അല്ല. പൂരം അലങ്കോലപ്പെട്ടാൽ അതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് കരുതിയവർക്കൊപ്പം നിന്നവരെ കണ്ടെത്തണമെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. മേളം നിർത്തിവെക്കാൻ ആരാണ് ഉത്തരവ് നൽകിയത്, ലൈറ്റ് ഓഫ് ചെയ്യാൻ ആരാണ് പറഞ്ഞത്, വെടിക്കെട്ട് നിർത്തിവെക്കണമെന്ന് ഉത്തരവ് നൽകിയത് ആരാണ് എന്നതാണ് കണ്ടെത്തേണ്ടതെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്ക് എതിരെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധമുയർത്തി കേരളത്തിൽ നിന്നുള്ള MP മാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധമുയർത്തി കേരളത്തിൽ നിന്നുള്ള MP മാർ. കേരളം ഇന്ത്യയിലാണെന്ന മുദ്രാവാക്യത്തോടൊപ്പം ജസ്റ്റിസ് ഫോർ വയനാട്, വയനാടിനുള്ള സഹായ പാക്കേജ് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ എഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചാണ് MP മാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചത്. ഉരുൾപൊട്ടൽ അടക്കമുള്ള ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിംഗിന് ചെലവായ തുക കേരളത്തിൽ നിന്നും ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കൂടിയായിരുന്നു പാർലമെന്റിന് പുറത്ത് MP മാരുടെ പ്രതിഷേധം. ദുരിതകാല രക്ഷാപ്രവർത്തനത്തെയും കേന്ദ്രം കച്ചവടമാക്കി മാറ്റുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കേരളത്തെ ബോധപൂർവം അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് K രാധാകൃഷ്ണൻ MPയും തുറന്നടിച്ചു.
വയനാടിന് കേന്ദ്ര സഹായം അവഗണിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ തുക തിരിച്ചടയ്ക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പാർലമെന്റിന് പുറത്തേക്കും കേരളത്തിലെ എംപിമാർ പ്രതിഷേധം കടുപ്പിച്ചത്. ജസ്റ്റിസ് ഫോർ വയനാട് മുദ്രാവാക്യം ഉയർത്തി ഇടത് വലത് എംപിമാർ ബാനറുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം തീർത്തു. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ സൈനികർക്ക് സല്യൂട്ട് നൽകിയാണ് കേരള ജനത ആദരിച്ചത്. ആ സല്യൂട്ടിന്റെ പണം പോലും കേന്ദ്രം പിടിച്ചുവാങ്ങുകയാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കേരളത്തോടുള്ള അനീതി തുടരുകയാണെന്നും 3.5 കോടി മലയാളികളെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണെന്നും കെ രാധാകൃഷ്ണൻ MP തുറന്നടിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കേരളം നന്നാവരുതെന്നാണ് കേന്ദ്ര നിലപാടെന്ന് വി ശിവദാസൻ MP പറഞ്ഞു. വയനാട് വിഷയം വരും ദിവസങ്ങളിലും പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് കേരള MPമാരുടെ തീരുമാനം. ഇടതുപക്ഷത്തോട് ഇടഞ്ഞ നിലമ്പൂർ MLA PV അൻവർ കോൺഗ്രസിലേക്കെന്ന് സൂചന. ഇടതുപക്ഷത്തോട് ഇടഞ്ഞ നിലമ്പൂർ MLA PV അൻവർ കോൺഗ്രസിലേക്കെന്ന് സൂചന. ഡൽഹിയിൽ വെച്ച് അൻവർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ചർച്ച നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. K സുധാകരൻ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് നീക്കത്തിൽ പങ്കുണ്ടെന്നാണ് സൂചന. എന്നാൽ സംസ്ഥാന നേതാക്കൾക്കും ഇക്കാര്യത്തെക്കുറിച്ച് സൂചന ഇല്ല. അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള വരവിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും മറ്റു നേതാക്കളുടെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. അൻവറിനെ UDFൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വവും അനുകൂല സമീപനമല്ല സ്വീകരിച്ചത്. എന്നാൽ ലീഗ് മയപ്പെടുമെന്നാണ് അൻവർ വരുന്നതിനെ അനുകൂലിക്കുന്ന നേതാക്കൾ കരുതുന്നത്. ദുരന്തം നേരിടുന്ന സമയത്തും കേരളത്തെയും 3.5 കോടി വരുന്ന മലയാളികളെയും ബോധപൂർവം കേന്ദ്രം അപമാനിക്കുകയെന്ന് കെ രാധാകൃഷ്ണൻ MP. ദുരന്തം നേരിടുന്ന സമയത്തും കേരളത്തെയും 3.5 കോടി വരുന്ന മലയാളികളെയും ബോധപൂർവം കേന്ദ്രം അപമാനിക്കുകയാണെന്ന് കെ രാധാകൃഷ്ണൻ MP. അതിനെതിരെയുള്ള പ്രതിഷേധം പാർലമെന്റിൽ ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. സഹായം നൽകുന്നതിന് പകരം കേരളത്തെ കുറ്റപ്പെടുത്താനും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിയാനുമാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. കേരളത്തോട് അനീതി തുടരുകയാണെന്നും MP പറഞ്ഞു. SDRFൽ നിന്നും ചെലവഴിക്കാൻ മാനദണ്ഡമുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അടിമ ഉടമ സമ്പ്രദായമല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. ദുരന്തമുണ്ടാവുമ്പോൾ ആ ജനങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടതെന്നും ഉത്തരവാദിത്തം നിറവേറ്റണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കടമയെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. വിശദമായ കണക്കുകൾ സംസ്ഥാനം കൃത്യമായി നൽകിയതുമാണ്. കേരളത്തിന് സഹായം നൽകാമെന്ന് വാഗ്ദാനം നൽകി. എന്നിട്ട് ദുരന്തമുണ്ടായിട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള DNA ടെസ്റ്റ് നടത്തിയ തുക പോലും കേന്ദ്രം നൽകിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്നാണ് ദുരന്തത്തെ അതിജീവിച്ചത്. ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തെ സഹായിക്കാതെ ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള അവസരമായി ഇതിനെ കേന്ദ്രം ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വടക്കാഞ്ചേരി ബൈപ്പാസ് ത്വരിതഗതിയിൽ നടപ്പിലാക്കണം. CPIM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം പ്രമേയം. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന CPIM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം പുരോഗമിക്കുന്നു. പ്രവർത്തന റിപ്പോർട്ട് ചർച്ച ചെയ്ത് അംഗീകരിച്ചു. വടക്കാഞ്ചേരി ബൈപ്പാസ് ദ്രുതഗതിയിൽ നടപ്പിലാക്കണമെന്ന് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബൈപ്പാസ് നടപ്പിലാവുന്നതിന് റെയിൽവേയുമായി ബന്ധപ്പെട്ട അനുമതികളും സഹായങ്ങളും വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സമ്മേളനം ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ബൈപ്പാസ് കിഫ്ബി പദ്ധതിയായതിനാൽ കേന്ദ്ര ഗവൺമെന്റും BJPയും കോൺഗ്രസും കിഫ്ബിയെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷം നിയമങ്ങളിൽ ഭേദഗതി വരുത്തി അടിയന്തരമായി മനുഷ്യപക്ഷ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക. മലയോര കർഷകർക്ക് വനഭൂമി പട്ടയം ഉടൻ അനുവദിക്കുക. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കൂടുതൽ യാത്രകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക. വിരുപ്പാക്ക സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിക്കുക. ചുമട്ടുതൊഴിലാളി നിയമം നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നീ പ്രമേയങ്ങളും ഏരിയ സമ്മേളനം അംഗീകരിച്ചു. KS ശങ്കരനഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ 35 പ്രതിനിധികൾ 300 മിനിറ്റ് സമയം പൊതുചർച്ച നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ എന്നിവർ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, KV നഫീസ, TK വാസു എന്നിവർ സംസാരിച്ചു. പ്രമേയ കമ്മിറ്റിക്ക് വേണ്ടി TV സുനിൽകുമാർ, MR അനൂപ് കിഷോർ, PS പ്രസാദ്, MK ശ്രീജ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. PN സുരേന്ദ്രൻ, KM അഷറഫ്, M ഗിരിജാദേവി, NK പ്രമോദ് കുമാർ എന്നിവരടങ്ങിയ PDMമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. സമ്മേളനത്തിൽ 21 അംഗ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയായി ഡോക്ടർ KD ബാഹ്ലയനെയും തെരഞ്ഞെടുത്തു. 27 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളും തെരഞ്ഞെടുത്തു. 2 ദിവസമായി KS ശങ്കരനഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറി D ബാഹ്ലയൻ മാസ്റ്ററും
എം ഗിരിജാദേവിയും നന്ദി പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗങ്ങൾ PN സുരേന്ദ്രൻ, ഡോക്ടർ KD ബാഹുലയൻ, TV സുനിൽകുമാർ, P മോഹൻദാസ്, S വസന്തലാൽ, KM അഷ്റഫ്, KG ഗോപിനാഥ്, MS സിദ്ധൻ, PS പ്രസാദ്, MR അനൂപ് കിഷോർ, M ഗിരിജാദേവി, NK പ്രമോദ് കുമാർ, TR രഞ്ജിത്ത്, MJ ബിനോയ്, AK സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് KM നൌഷാദ്, മിനി അരവിന്ദൻ, M നന്ദീഷ്, NG സന്തോഷ് ബാബു, അബിൽ ബേബി, KR പ്രശാന്ത്. ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഡിസംബർ 14 ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് റെഡ് വാളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും വടക്കാഞ്ചേരിയിൽ നിന്ന് നടത്തും. തുടർന്ന് ഓട്ടുപാറ വാഴനെ റോഡ് ജംഗ്ഷനിൽ A പത്മനാഭൻ നഗറിൽ പൊതുസമ്മേളനം നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം AC മോദിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ക്രിസ്തുമസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച V ശിവൻകുട്ടി. സംസ്ഥാന ക്രിസ്തുമസ് അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. +1 കണക്ക് പരീക്ഷയുടെയും SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രതികരിച്ചു. നൊട്ടോറിയസ് പ്രശസ്തിയാണ് പ്രതികൾക്ക് ഇതിലൂടെ ലഭിക്കുക. വിഷയം അതീവ ഗൗരവമായി കാണും. ചില വിഷയങ്ങളിലെ പേപ്പറുകളാണ് കൂടുതൽ പുറത്തു പോകുന്നത്. ആ വിഷയങ്ങളിലെ അധ്യാപകരുടെ താല്പര്യം എന്തെന്ന് പരിശോധിക്കണം. സംസ്ഥാന സർക്കാരിന്റെ മെച്ചപ്പെട്ട ശമ്പളം വാങ്ങി കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ ഈ നിലയിൽ സ്വകാര്യ കച്ചവട കമ്പനികളുമായി ബന്ധപ്പെട്ട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ വെച്ചു പൊറുപ്പിക്കില്ല, V ശിവൻകുട്ടി പറഞ്ഞു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല. വിഷയം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ചോദ്യപേപ്പർ പുറത്തു പോകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരിടവേള. കാറെക്സ് കാർ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന സ്ഥാപനം